ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അനപഥ്യൻ എന്ന പദത്തിന്റെ അർത്ഥം. അനപഥ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. സന്തതി ഇല്ലാത്തവനാണ് അനപഥ്യൻ. അപ്പൊ അനപഥ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? സന്തതിയില്ലാത്തവൻ. നമുക്കിത് കണക്ട് ചെയ്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ബുദ്ധിയില്ലാത്തവൻ. ബുദ്ധിയില്ലാത്തവൻ ആരാ? ഭോഷൻ. ബുദ്ധിയില്ലാത്തവനാണ് ഭോഷൻ എന്ന് പറയുന്നത്. ബുദ്ധിയില്ലാത്തവനാണ് ആര്? ഭോഷൻ. അതുപോലെ നാഥനില്ലാത്തവനാണ് അനാഥൻ. നാഥനില്ലാത്തവൻ അനാഥൻ. ബുദ്ധിയില്ലാത്തവൻ ഭോഷൻ. നാഥനില്ലാത്തവൻ അനാഥൻ. അടുത്ത എന്താ എഴുതിയേക്കണം? നിരാമയൻ. ആരാണ് നിരാമയൻ? ദുഃഖമില്ലാത്തവൻ. ദുഃഖമില്ലാത്തവനാണ് നിരാമയൻ. ദുഃഖമില്ലാത്തവൻ നിരാമയൻ. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് വധ്യൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ ആരാണ്? വധ്യൻ. ആശ നശിച്ചവൻ ആരാ? ആശ നശിച്ചവൻ ഹതാശനാണ്. ആശ നശിച്ചവനാണ് ഹതാശൻ. ഇനി ഭക്ഷിക്കുന്നവനാണ് ഘാതകൻ. ഭക്ഷിക്കുന്നവൻ ഘാതകനാണ്. എത്ര ഒന്നുകൂടെ പറയാം. സന്തതിയില്ലാത്തവൻ അനപഥ്യൻ. സന്തതിയില്ലാത്തവൻ അനപഥ്യൻ. ബുദ്ധിയില്ലാത്തവനാണ് ഭോഷൻ. ബുദ്ധിയില്ലാത്തവൻ ഭോഷൻ. നാഥനില്ലാത്തവൻ അനാഥൻ. നാഥനില്ലാത്തവൻ അനാഥനാണ്. ദുഃഖമില്ലാത്തവനാണ് നിരാമയൻ. ദുഃഖമില്ലാത്തവൻ ആരാണടാ? അതാണ് നിരാമയൻ. അതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ആര്? വധ്യൻ. ആശ നശിച്ചവനാണ് ഹതാശൻ. ആശ നശിച്ചവൻ ഹതാശനാണ്. അതുപോലെ ഭക്ഷിക്കുന്നവനാണ് ഘാതകൻ. ഘാതകൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഘാതകൻ ആണ്. അതുപോലെ ഘാതകൻ ആണെങ്കിൽ ആരാണ്? ഘാതകൻ. ഘാതകനാണെങ്കിൽ അത് തറ കുഴിക്കുന്നവനാണ്. ഘാതകനാണെങ്കിൽ ആരാണ്? തറ കുഴിക്കുന്നവനാണ്. അതേസമയം ദായാണെങ്കിൽ ഘാതകനാണെങ്കിൽ ഭക്ഷിക്കുന്നവനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതെന്നാണ് ചോദ്യം. ഐക്യമത്യം, വിമ്മിഷ്ടം, സാമ്രാട്ട്, കവയിത്രി. ഇതിലേതാ ശരിയായിട്ടുള്ളത്? കവയിത്രിയാണ് അല്ലെ? PSCയുടെ ഇഷ്ട ചോദ്യമാണ് കവയിത്രി. ഇതാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത്. ഇനി ഐക്യമത്യം എന്നല്ല എഴുതേണ്ടത്. പിന്നെങ്ങനെയാ? ഐകമത്യമാണ് ശരിയായിട്ടുള്ളത്. ഐകമത്യം. ഐക്യമത്യം എന്നല്ല എഴുതേണ്ടത്. ഐകമത്യമാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ വിമ്മിഷ്ടമല്ല, വിമ്മിട്ടം. വിമ്മിട്ടം എന്നാണ് എഴുതേണ്ടത്. ശരിയായിട്ടുള്ള പദം ഏതാണ്? വിമ്മിട്ടം. സാമ്രാട്ടല്ല, സമ്രാട്ടാണ് ശരിയായിട്ടുള്ളത്. സാമ്രാട്ട് വേണ്ട, സമ്രാട്ട് മതി. അപ്പോ ഐകമത്യം, വിമ്മിട്ടം, സമ്രാട്ട്. ഇനി നമുക്ക് കുറച്ച് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് വാക്കുകളൂടെ നോക്കാം. അടിമത്തം. ഇതാണ് ശരിയായിട്ട് എഴുതേണ്ട രീതി. അടിമത്തം. അടിമത്വം എഴുതിയാൽ തെറ്റാണ്. അടിമത്തം. ഇനി പ്രദക്ഷിണം. ദക്ഷിണ ദിക്കിലോട്ടുള്ളത് അല്ലെ? പ്രദക്ഷിണം. പ്രദക്ഷിണമാണ് ശരിയായിട്ടുള്ളത്. അടിമത്തം, പ്രദക്ഷിണം. ഇനി PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് യാദൃച്ഛികം. യാദൃച്ഛികം. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ളത്. യാദൃച്ഛികം. അതുപോലെ തന്നെയുള്ള രണ്ട് വാക്കുകളാണ് ജീവച്ഛവവും ഐച്ഛികവും. യാദൃച്ഛികം, ജീവച്ഛവം, ഐച്ഛികം. അനുഗൃഹീതം എന്നാണ് എഴുതേണ്ടത്. അനുഗ്രഹീതം തെറ്റാണ്. അനുഗൃഹീതമാണ് ശരിയായിട്ടുള്ളത്. അനുഗൃഹീതം. അതുപോലെ അസ്തമയം. അസ്തമനം തെറ്റാണ്. അസ്തമയമാണ് ശരിയായിട്ടുള്ളത്.
അസ്തമനം തെറ്റാണ്, അസ്തമയം എന്നാണ് ശരിയായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഏതൊക്കെ നമ്മളിപ്പോ നോക്കിയത്? അടിമത്തം, പ്രദക്ഷിണം, യാദൃച്ഛികം, ജീവച്ഛവം, ഐച്ഛികം, അനുഗൃഹീതം, അസ്തമയം. ഇനിയും കുറെ ഉണ്ട്. സർവതോമുഖം, കയ്യാമം, കൈച്ചെലവ്, അങ്ങനെ കുറെ PSC വെച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ ചെയ്തിടാം. ഇത്രയും നന്നായിട്ട് പഠിക്കുക. അടിമത്തം, പ്രദക്ഷിണം, യാദൃച്ഛികം, ജീവച്ഛവം, ഐച്ഛികം, അനുഗൃഹീതം, അസ്തമയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദ്യം. എന്താണ് സലിംഗ ബഹുവചനം? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ എന്തിനെ കാണിക്കണം? ബഹുത്വത്തെ കാണിക്കണം. അതാണ് സലിംഗ ബഹുവചനം. ഇതിൽ അങ്ങനെയുള്ളത് ഏതാ? മിടുക്കർ, ശൂദ്രർ, പുരുഷന്മാർ, അധ്യാപകർ. ഇതിലേതാ അങ്ങനെയുള്ള ബഹുവചനം? പുരുഷന്മാർ അല്ലെ? പുരുഷന്മാരാണ് ഇവിടെ സലിംഗ ബഹുവചനമായിട്ടുള്ളത്. പുരുഷന്മാർ, അത് പുല്ലിംഗത്തെയാണ് കാണിക്കുന്നത്. പുല്ലിംഗ രൂപത്തിന്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് എന്ത്? പുരുഷന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതില് സലിംഗ ബഹുവചനമാണ് പുരുഷന്മാർ. ഇനി സ്ത്രീ പുരുഷന്മാർ ചേർന്ന കൂട്ടത്തെ കാണിക്കുന്നതാണ് എന്ത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ത്രീ പുരുഷന്മാർ ചേർന്ന കൂട്ടത്തെ കാണിക്കുന്നതാണ് എന്ത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, മിടുക്കർ, നമുക്കത് സ്ത്രീ പുരുഷന്മാർ ചേർന്നൊരു കൂട്ടമാണ് അല്ലെ? മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അതുപോലെ ശൂദ്രർ, അധ്യാപകർ, ഇതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. മിടുക്കർ, ശൂദ്രർ, അധ്യാപകർ, ഇതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം. എന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. അതേപോലെ PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ശൈലികളാണ്. ധനാശി പാടുക. എന്താണ് ധനാശി പാടുക? അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് വെച്ചാല് അവസാനിപ്പിക്കുകയാണ്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുകയാണ്. ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാല് ദൂർത്തടിച്ച് നശിപ്പിക്കുക, ചെലവ് ചെയ്തൊക്കെ നശിപ്പിക്കുന്നതിനെയാണ് ദീപാവളി കുളിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ എന്താണ് എരകപ്പുല്ല് നടുക? എരകപ്പുല്ല് നടുക എന്ന് പറഞ്ഞാൽ കലഹം ഉണ്ടാക്കുകയാണ്. എരകപ്പുല്ല് നടുക എന്താണ്? കലഹം ഉണ്ടാക്കുക. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുകയാണ്. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്താണ്? അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപമാനിക്കുക. ദീപാവളി കുളിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധൂർത്തടിച്ച് നശിപ്പിക്കുക. ദീപാവളി കുളിക്കുക എന്താണ്? ധൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് ദീപാവളി കുളിക്കുക എന്ന് പറയുന്നത്. എരകപ്പുല്ല് നടുക എന്ന് പറഞ്ഞാൽ കലഹമുണ്ടാക്കുക. എരകപ്പുല്ല് നടുക, കലഹമുണ്ടാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിഞ്ഞാണവർഗം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണവർഗം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് അല്ലെ പിഞ്ഞാണവർണ്ണം. പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് പിഞ്ഞാണവർണ്ണം. ഓക്കെ, പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഇതുപോലെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹിമാലയ പർവ്വതം.
ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞാൽ ഹിമാലയം എന്ന പർവ്വതമാണ്. ഹിമാലയ പർവ്വതത്തെ എങ്ങനെ വിഗ്രഹിക്കാം? ഹിമാലയം എന്ന പർവ്വതമാണ് ഹിമാലയ പർവ്വതം. യഥാവിധി എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? വിധി എങ്ങനെയോ അങ്ങനെ. യഥാവിധി എങ്ങനെയാണ്? വിധി എങ്ങനെയോ അങ്ങനെ. അതാണ് യഥാവിധി. കൂപമണ്ഡൂകം എങ്ങനെ വിഗ്രഹിക്കാം? കൂപത്തിലെ മണ്ഡൂകം, കിണറ്റിലെ തവള അല്ലെ, കൂപത്തിലെ മണ്ഡൂകമാണ് കൂപമണ്ഡൂകം. കൂപത്തിലെ മണ്ഡൂകം. അതുപോലെ ജനനിബിഡം, ജനങ്ങളാൽ നിബിഡമായതാണ് ജനനിബിഡം. ജനങ്ങളാൽ നിബിഡമായത് ജനനിബിഡം. അപ്പൊ ഒന്നുകൂടെ പറയാം. പിഞ്ഞാണവർണം, പിഞ്ഞാണവർണം വിഗ്രഹിക്കുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നാണ്. ഹിമാലയ പർവ്വതം എങ്ങനെ വിഗ്രഹിക്കാം? ഹിമാലയം എന്ന പർവ്വതം, ഹിമാലയം എന്ന പർവ്വതമാണ് ഹിമാലയ പർവ്വതം. യഥാവിധി, വിധി എങ്ങനെയോ അങ്ങനെ. യഥാവിധി എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? വിധി എങ്ങനെയോ അങ്ങനെ. കൂപമണ്ഡൂകം, കൂപത്തിലെ മണ്ഡൂകമാണ് കൂപമണ്ഡൂകം. കൂപത്തിലെ മണ്ഡൂകം. ജനനിബിഡം, ജനങ്ങളാൽ നിബിഡമായത്, ജനങ്ങളാൽ നിബിഡമായതാണ് ജനനിബിഡം. അതുപോലെ ഗജതുരകങ്ങൾ എങ്ങനെ വിഗ്രഹിക്കാം? ഗജവും തുരകവും. ഗജതുരകം, ഗജവും തുരകവുമാണ് ഗജതുരകങ്ങൾ. ഇത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. പുട്ട് ഔട്ട് എന്താണ്? അണക്കുകയാണ്. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. ഒരു മിനിറ്റ്. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അണക്കുക. കുറച്ച് ശൈലികളൂടെ നോക്കാം നമുക്ക്. പുട്ടോൺ. പുട്ടോൺ എന്താണ്? ധരിക്കുകയാണ്. പുട്ടോൺ എന്ന് വെച്ചാൽ ധരിക്കുക. പുട്ട് ഔട്ട് എന്താണ്? അണക്കുക. പുട്ടോൺ ധരിക്കുകയാണ്. അതേപോലെ PSC ചോദിച്ചിട്ടുള്ളതാണ് കർട്ടൻ ലെക്ചർ. കർട്ടൻ ലെക്ചർ എന്താണ്? തലയിണ മന്ത്രം. കർട്ടൻ ലെക്ചർ തലയിണ മന്ത്രമാണ്. ലയൺ ഷെയർ എന്താണ്? സിംഹഭാഗം. ലയൺ ഷെയർ സിംഹഭാഗമാണ്. കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്താണ്? മരിക്കുക. കിക്ക് ദ ബക്കറ്റ് മരിക്കുക. സ്ട്രൈക്ക് ബ്രേക്കർ ആരാ? കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലിയാണ്. അപ്പൊ പുട്ട് ഔട്ട് അണക്കുക. പുട്ടോൺ എന്താണ്? പുട്ടോൺ ധരിക്കുക. കർട്ടൻ ലെക്ചർ തലയിണ മന്ത്രം. ലയൺ ഷെയർ സിംഹഭാഗം. കിക്ക് ദ ബക്കറ്റ് മരിക്കുക. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പുട്ട് ഔട്ട് അണയ്ക്കുക, പുട്ടോൺ ധരിക്കുക, കർട്ടൻ ലെക്ചർ തലയിണ മന്ത്രം, ലയൺ ഷെയർ സിംഹഭാഗം, കിക്ക് ദ ബക്കറ്റ് മരിക്കുക, സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ദ്രോണരുടെ പുത്രനാണ് ആര്? ദ്രൗണി എന്ന് പറയുന്നത്. ദ്രോണരുടെ പുത്രന് പറയുന്ന ഒറ്റപ്പേരാണ് ദ്രൗണി. അപ്പൊ ഇവിടെ ദ്രോണരുടെ പുത്രൻ ആരാ? അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവാണ് ദ്രോണരുടെ പുത്രൻ. ദ്രൗണി അപ്പൊ ആരാണ്? അശ്വത്ഥാമാവ്. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ആരാ സൗമിത്രി? സുമിത്രയുടെ മകനാണ് സൗമിത്രി. സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. അതുപോലെ ദശരഥന്റെ പുത്രനാണ് ആര്? ദാശരഥി. ദശരഥന്റെ പുത്രൻ ദാശരഥിയാണ്. സുമിത്രയുടെ പുത്രൻ സൗമിത്രി, ദശരഥന്റെ പുത്രൻ ദാശരഥി. വീരസേനന്റെ പുത്രനാണ് വൈരസേനി അഥവാ നളൻ. വീരസേനന്റെ പുത്രനാണ് ആര്? നളൻ. വീരസേനന്റെ പുത്രന് പറയുന്ന ഒറ്റ പേരാണ് വൈരസേനി. വീരസേനന്റെ പുത്രൻ വൈരസേനി അഥവാ നളൻ.
ഇനി എന്താ? ജാമാതാവ്. ആരാ ജാമാതാവ്? മകളുടെ ഭർത്താവാണ് ജാമാതാവ്. മകളുടെ ഭർത്താവാണ് ആര്? ജാമാതാവ്. സ്നുഷ ആരാ? മകന്റെ ഭാര്യ. മകന്റെ ഭാര്യയാണ് സ്നുഷ. മകന്റെ ഭാര്യ സ്നുഷ. ഇനി ഭാഗിനേയൻ. ആരാണ് ഭാഗിനേയൻ? സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രിയാണ് ഭാഗിനേയി. സഹോദരിയുടെ പുത്രി ഭാഗിനേയി. സഹോദരിയുടെ ഭർത്താവാണെങ്കിലോ? അതാണെങ്കിൽ ശ്യാലൻ. സഹോദരിയുടെ ഭർത്താവ് ആരാണ്? ശ്യാലൻ. ശ്വശുരൻ ആരാ? ഭാര്യയുടെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് ശ്വശുരൻ. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛനാണ് ആര്? ശ്വശുരൻ. അതുപോലെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയാണ് ശ്വശ്രു. ഭാര്യയുടെ അമ്മ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ അതാരാണ്? ശ്വശ്രു. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് ശ്വശുരൻ. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയാണ് ശ്വശ്രു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. ദ്രോണരുടെ പുത്രൻ ദ്രൗണി. സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ദശരഥന്റെ പുത്രൻ ദാശരഥി. വീരസേനന്റെ പുത്രനാണ് വൈരസേനി. വീരസേനന്റെ പുത്രൻ വൈരസേനി അഥവാ നളൻ. ഇനി മകളുടെ ഭർത്താവാണ് ജാമാതാവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. മകന്റെ ഭാര്യയാണെങ്കിൽ സ്നുഷ. മകളുടെ ഭർത്താവാണെങ്കിൽ ജാമാതാവ്. മകന്റെ ഭാര്യയാണെങ്കിൽ സ്നുഷ. സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രിയാണെങ്കിൽ ഭാഗിനേയി. സഹോദരിയുടെ ഭർത്താവിന് പറയുന്ന പേരാണ് ശ്യാലൻ. സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ. ഇനി ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനാണ് ശ്വശുരൻ. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ ശ്വശുരൻ. അതേപോലെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ ശ്വശ്രു. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയാണ് ശ്വശ്രു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിത് പ്ലസ് മുദ്ര ചിന്മുദ്ര. അതേപോലെ ഉദ് പ്ലസ് മുഖമാണ് ഉന്മുഖം. ഉദ് പ്ലസ് മുഖം ഉന്മുഖം. 1000 പ്ലസ് ആണ്ട് എങ്ങനെയാ ചേർത്തെഴുതുക? 1000 പ്ലസ് ആണ്ട് ചേർത്ത് എഴുതിയാൽ ആയിരത്താണ്ട്. 1000 പ്ലസ് ആണ്ട് ചേർത്ത് എഴുതിയാൽ എന്താണ്? ആയിരത്താണ്ടാണ്. ഓടുന്നവൻ. ഓടുന്നവൻ എങ്ങനെ പിരിച്ചെഴുതാം? ഓടുന്ന പ്ലസ് അൻ. ഓടുന്ന പ്ലസ് അന്നാണ് ഓടുന്നവൻ. ഓടുന്ന പ്ലസ് അന്നാണ് ഓടുന്നവൻ. അതുപോലെ ആന പ്ലസ് ഭ്രാന്ത് ചേർത്തെഴുതുമ്പോൾ ആനഭ്രാന്ത് എന്നാണ് എഴുതുന്നത്. ആന പ്ലസ് ഭ്രാന്ത് ആനഭ്രാന്ത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിത് പ്ലസ് മുദ്ര ചിന്മുദ്ര. ഉദ് പ്ലസ് മുഖമാണ് ഉന്മുഖം. ഉദ് പ്ലസ് മുഖം ഉന്മുഖം. ഒരു മിനിറ്റ്. ഓക്കെ, 1000 പ്ലസ് ആണ്ട് ചേർത്ത് എഴുതിയാല് ആയിരത്താണ്ട്. അതുപോലെ ഓടുന്നവൻ എങ്ങനെ പിരിച്ചെഴുതാം? ഓടുന്ന പ്ലസ് അൻ. ഓടുന്ന പ്ലസ് അൻ ഓടുന്നവൻ. ആന പ്ലസ് ഭ്രാന്താണ് ചേർത്ത് എഴുതിയാല് ആനഭ്രാന്ത്.
ആന പ്ലസ് ഭ്രാന്ത് ആനഭ്രാന്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? AR രാജരാജവർമ്മയാണ് കേരള പാണിനി. കേരള പാണിനി AR രാജരാജവർമ്മ. കുറച്ച് അപരനാമങ്ങളും വ്യക്തികളും നോക്കാം. കേരള വാൽമീകി ആരാ? കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ആര്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. എടാ, കേരള സ്കോട്ട് ആരാണ്? കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള വ്യാസൻ ആരാ? കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള പുഷ്കിൻ. കേരള പുഷ്കിൻ ONV കുറുപ്പാണ്. കേരള പുഷ്കിൻ ആരാണ്? ONV കുറുപ്പ്. ഇത്ര ഒന്നുകൂടെ നോക്കാം. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ഇബ്സൻ ആരാ? കേരള ഇബ്സൻ N കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. കേരള സൂർദാസ് ആണ് പൂന്താനം നമ്പൂതിരി. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരിയാണ്. കേരള ഹെമിംഗ്വേ ആരാണ്? MD വാസുദേവൻ നായർ. കേരള ഹെമിംഗ്വേ MD വാസുദേവൻ നായർ. കേരള മോപ്പസാങ് ആണ് തകഴി ശിവശങ്കരപിള്ള. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപിള്ളയാണ്. കേരള ചോസർ ചീരാമ കവി. കേരള ചോസർ ആരാണ്? ചീരാമ കവിയാണ്. കേരള തുളസീദാസ് ആണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒന്നുകൂടെ പറയാം. കേരള ഇബ്സൻ N കൃഷ്ണപിള്ള. കേരള ഇബ്സൻ ആരാണ്? N കൃഷ്ണപിള്ള. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരിയാണ്. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി. കേരള തുളസീദാസ് ആണെങ്കിലോ അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. സൂർദാസ് പൂന്താനം നമ്പൂതിരിയാണ്. കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള ഹെമിംഗ്വേ MD വാസുദേവൻ നായർ. കേരള ഹെമിംഗ്വേ MD വാസുദേവൻ നായർ. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപിള്ള. കേരള ചോസർ ആണെങ്കിലോ അത് ചീരാമ കവിയാണ്. കേരള ചോസർ ചീരാമ കവിയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയെ അക്ഷരത്തെറ്റുള്ള വാക്കേത്? തന്നിരിക്കുന്നതില് അക്ഷരത്തെറ്റുള്ള വാക്കേതെന്നാണ് ചോദ്യം. PSയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഏതാണ്? വിശ്വസ്തനാണ്. ഓപ്ഷൻ A വിശ്വസ്തനാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC കൊടുത്തിട്ടുള്ളത്. PSC ഉദ്ദേശിച്ചിട്ടുള്ളത് വിശ്വസ്തൻ, വിശ്വാസമുള്ളവൻ എന്നർത്ഥത്തിൽ വിശ്വസ്തനായിരിക്കാം PSC ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു വാക്കും ഉണ്ട്. വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഈ വിശ്വസ്തൻ വരുന്നത്. വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിശ്വസ്തൻ. അതുപോലെ വിശ്വാസമുള്ളവനാണ് വിശ്വസ്തൻ. ഓക്കെ, കുറച്ച് വാക്കുകളൂടെ നമുക്ക് നോക്കാം. അതിഥി. അതിഥി എന്ന് ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാ? ഇതാണ് ശരിയായിട്ടുള്ളത്. അതിഥിയാണ്. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. അസ്ഥികൂടം. അസ്ഥികൂടം എഴുതേണ്ടത് ഇങ്ങനെയാണ്. അസ്ഥികൂടം തായല്ല ധായാണ് വരേണ്ടത്. അതുപോലെ കാഠിന്യം. കാഠിന്യം ശരിയായിട്ടുള്ള പദമാണിത്. ക്രീഡ.
ക്രീഡയ്ക്ക് ചുറ്റിക്കെട്ടിടണ്ട, ചുറ്റിക്കെട്ട് ഇടാത്ത, ഇവിടെ ചുറ്റിക്കെട്ട് വരണ്ട, ഇങ്ങനെ എഴുതുന്നതാണ് ശരിയായിട്ടുള്ളത്. ചുറ്റിക്കെട്ട് വന്നാൽ തെറ്റാണ്. ക്രീഡ. വൈശിഷ്ട്യം ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, വൈശിഷ്ട്യം. അതുപോലെ ഉദ്ബോധനം, ഉദ്ബോധനം. പശ്ചാത്താപം, പശ്ചാത്താപം. ഇതൊക്കെ ശരിയായിട്ടുള്ള വാക്ക് തന്നിരിക്കുന്നതാണ്. അതിഥി, അസ്ഥികൂടം, കാഠിന്യം, ക്രീഡ, വൈശിഷ്ട്യം, ഉദ്ബോധനം, പശ്ചാത്താപം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു LD-യിലെ 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. PSC ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.